പങ്കെടുക്കുവാൻ ഭദ്രാസനത്തിൻ്റെതായ എല്ലാ ആശംസകളും ബഹുമാനപ്പെട്ട അച്ഛന് നേരുവാനും ലഭിച്ചതായ ഈ സമയത്തെ ഓർത്ത് ദൈവത്തെ പ്രത്യേകമായി സ്തുതിക്കുന്നു. വൈദിക പദവിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു പാരമ്പര്യങ്ങളുടെ അല്ലെങ്കിൽ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ചക്കാരനായിട്ടാണ് വന്നിരിക്കുന്നത്. വൈദിക പാരമ്പര്യം മാത്രമല്ല കൊച്ചുപറമ്പിൽ കുടുംബത്തിനുള്ളത്, സന്യാസ പാരമ്പര്യവും കൂടിയുണ്ട്. സന്യാസ ജീവിതത്തിൻ്റെ അതിൻ്റെ ഏറ്റവും ഉയരങ്ങളിൽ എത്തിയ വന്യനായ ഗീവർഗീസ് റമ്പാച്ചനെ ഈ അവസരത്തിൽ പ്രത്യേകമായി സ്മരിക്കുകയാണ്. റമ്പാച്ചൻ്റെ ആ സന്യാസ ജീവിതത്തിൻ്റെ നിഷ്ഠയും അതുപോലെ തന്നെ വിശ്വാസ ജീവിതത്തിലുള്ളതായ അടിയുറച്ച നിലനിൽപ്പുമെല്ലാം ബഹുമാനപ്പെട്ട അച്ഛനും കൂടുതൽ മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. വൈദിക സഹോദരി നവാഭിഷിക്തനായിരിക്കുന്ന പ്രമോദച്ചൻ, ഞാൻ പ്രസംഗിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രസംഗം കേട്ട് നിങ്ങൾ മടുത്തിരിക്കുകയാണ്. ഇന്നത്തെ കാര്യം മാത്രം പറഞ്ഞിട്ട് എന്നോട് നിർത്തും. ഇദ്ദേഹം അന്മായക്കാരനായിട്ട് പഠിക്കാൻ വന്ന കാലത്ത് ഒരുമാതിരി കുഴപ്പനായിരുന്നു. അന്ന് ഞാൻ തിരുവേനോട് പറഞ്ഞു, ഇതിനെ കുറിച്ച് വേഗം ക്ഷമാസനാക്കണം, എനിക്ക് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, പിറ്റേ ദിവസം അതിനെ തീരുമാനിച്ചു റമ്പാൻ ക്ഷമാസനാണ്. സെമിനാറിൽ പഠിക്കുന്ന കാലത്ത് സ്ഥാപനത്തിനുള്ള കാര്യമൊന്നും പറഞ്ഞിരുന്ന എൻ്റെ വിചാരം. ഈ സഭയ്ക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് തീരുമാനത്തിൽ സാധിക്കും. എല്ലാവരെയും സ്നേഹിക്കുകയും ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു നല്ല വൈദികനായി അദ്ദേഹത്തെ കാണുവാൻ നമുക്ക് സാധിക്കും. പഠനത്തിൽ ഇച്ചിരി ഉഴപ്പുണ്ടായിരുന്നു, ശേഖര ഉഴപ്പുണ്ടായിരുന്നു അല്ലേ, സഹിക്കാവുന്ന. നമ്മുടെ യൂറോപ്പിൽ പോവുകയാണ്. സാവൂന്നും വളരെ പലരും പറഞ്ഞതുപോലെ ഗൗരവിക്ക കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. വളരെ സമർപ്പണമുള്ള ഒരു റമ്പാച്ചൻ്റെ പിന്തലമുറയിൽ വരുന്ന ഒരു റമ്പാച്ചനാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഇതിൽ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ കൂടുതൽ ഔന്നത്യമായ പദവിയിലേക്ക് പ്രവേശിക്കുവാനും ദൈവത്തിൻ്റെ സഭയെ ഒരു ഉത്തമ ഇടയനായി ശുശ്രൂഷിക്കുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും തീരുമാനിക്കുന്നത് ദൈവരാജ്യ ശുശ്രൂഷക്കായിട്ട് വേണ്ട വിധത്തിൽ ക്രമീകരിക്കട്ടെ എന്നും ദൈവം നൽകുന്ന വിളിയെ ഗൗരവബുദ്ധി തിരിച്ചറിഞ്ഞ് പ്രത്യുത്തരം കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിവട്ടെ എന്നും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എല്ലാ ആശംസകളും കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസന വൈദിക സംഘത്തിന് വേണ്ടിയിട്ട് അറിയിക്കുന്നു. ദൈവത്തിൻ്റെ തന്നെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ വളരെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികളുടെ സമൂഹം വേദനയും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവം നന്മയിലേക്ക് വഴി നടത്തും എന്നതിന് ഞാൻ സാക്ഷി. വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽക്കുന്നത്. അതിന് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് എനിക്ക് ആവശ്യം. അത് ആദ്യമേ തന്നെ ചോദിക്കുന്നു. എന്നെ സ്നേഹിക്കുകയും എൻ്റെ വേദനയിലും പ്രയാസത്തിലും എന്നെ വഴി നടത്തുകയും ചെയ്ത എൻ്റെ തിരുമേനി ഞാൻ നന്ദി അർപ്പിക്കുമ്പോൾ ആദ്യത്തെ സ്ഥാനം തന്നെ തിരുമേനി തന്നെയാണ് നൽകുന്നത്. ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുകയും ഒരു മാതാവിൻ്റെ വാത്സല്യം നൽകുകയും ചെയ്ത എൻ്റെ തിരുമേനിക്ക് മാതൃപാദങ്ങളിൽ ഞാൻ എൻ്റെ സ്നേഹവും നന്ദിയും കഴിക്കുന്നു. ഈ ചെറുപ്രാച്ചൻ പറഞ്ഞുവല്ലോ, ഈ അരമനയിൽ വന്നപ്പോൾ എന്നെ ശരിക്കും പറഞ്ഞാൽ ഷമാശനാക്കാൻ നിർബന്ധിച്ച അല്ലെങ്കിൽ തിരുമേനി നിർബന്ധിച്ചത് ഈ ചെറുപ്രാച്ചനാണ്. ആ സ്നേഹം ഇന്ന് വരെ, ഈ നിമിഷം വരെ ശക്തമായി എന്നോടൊപ്പം ഉണ്ടായിരുന്നു.
ഏതെല്ലാം പ്രയാസങ്ങളിൽ കൂടി നടക്കുമ്പോഴും ഏതെല്ലാം യാത്രകളിൽ കൂടി സഞ്ചരിക്കുമ്പോഴും അദ്ദേഹം എപ്പോഴും പറയുമായിരുന്ന പ്രാർത്ഥന ഒരു മനുഷ്യ ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും മനുഷ്യന് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത്. അത് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. ബഹുമാനപ്പെട്ട അച്ഛനെയും കൊച്ചമ്മയെയും ഈ തരുണത്തിൽ ഓർക്കുന്നു, സ്മരിക്കുന്നു. കൂടാതെ പടുത്ത വീട് ഞാൻ എന്തായാലും ഈ സ്ഥാനത്തേക്ക് എന്നെ ഉയർത്തിയ എൻ്റെ പടുത്ത വീട്, എൻ്റെ സഹപാഠികൾ, അവരോടെല്ലാം എൻ്റെ നന്ദി പറയുന്നു. കൂടാതെ അടുത്ത വീട്ടിലുണ്ടായിരുന്ന വളരെയധികം തുറന്ന് സംസാരിക്കുവാനും ആ സ്നേഹം പങ്കിടുവാനും എനിക്ക് 2-3 അച്ഛന്മാരുണ്ടായിരുന്നു. സാബുപുരാഘോഷത്തും ഞങ്ങളുടെ വാർഡനായിരുന്ന ജോൺ മാത്യൂസത്യൻ, ഇപ്പോൾ മദ്രാസുദ്രാസനപുരത്തിയായി ഡിയസ്ക്രോസ് തിരുവേണി. ഈ 3 വ്യക്തികൾ, ആ 3 അച്ഛന്മാരോടുള്ള സ്നേഹം ഒരിക്കൽ പോലും എനിക്ക് മറക്കുവാൻ സാധിക്കുകയില്ല. കാരണം ഒരു വഴികാട്ടികളായിരുന്നു ഈ 3 പിതാക്കന്മാർ. എന്നോളം അച്ഛനാകണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ആദ്യമേ അച്ഛൻ തിരുമേനിയെടുത്ത് വരികയും തുടർന്നുള്ള കാര്യങ്ങളിലൊക്കെ ശക്തമായ ഒരു പിന്താങ്ങൽ തന്നത് എൻ്റെ വികാരി അച്ഛനാണ്, ഏലിയാസ് അച്ഛനാണ്. വഴക്ക് പറയാനും ഒരു സഹോദരനെ പോലെ ശാസിക്കാനും അതിനുപരി ഒന്ന് ശിക്ഷിക്കുവാനൊക്കെ